പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി വരാനും ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കാനും ദൈവവചനം പഠിക്കാനും ഒക്കെ കർത്താവ് ദൈവം നമുക്ക് അവസരം തന്നു. എല്ലാറ്റിനും സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, കാവലോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾ എവിടെ വരെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ള നോക്കിയിട്ട് നമുക്ക് മുമ്പിലോട്ട് പോവാം. നമ്മുടെ ഓർമ്മയിൽ അതെല്ലാം ഒന്ന് കൊണ്ടുവരാമോ? നമ്മളെവിടെ വരെയാണ് പഠിച്ചേ? ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പറഞ്ഞാട്ടെ, നമ്മൾ എവിടെ വരെയാണ് പഠിച്ചത്? നിങ്ങളുടെ അതൊന്ന് നോക്കിക്കാം. നിങ്ങളുടെ അടുത്ത് എഴുതിയ നോട്ട്സ് ഒന്ന് നോക്കിക്കേ. എവിടെ വരെയാണ് നമ്മൾ പഠിച്ചേ? എസ്രാ ശാസ്ത്രി. നമ്മൾ എസ്രായുടെ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനകത്ത് ദൈവത്തിൻ്റെ കാവൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ നമ്മുടെ നേരെ അത് വരും. ഇപ്പം ഞാൻ നേരിട്ടൊരു അപകടമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നേരെ വന്നിരുന്നത് നമുക്ക് ഒരു ദോഷവും ഞങ്ങളുടെ ശരീരത്തിനോ ഞങ്ങളുടെ ജീവനോ പറ്റാതെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ദൈവവചനം പഠിക്കുമ്പം കാണാം, നിങ്ങളിതെല്ലാം വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. കർത്താവിൻ്റെ വേല നിമിത്തം പൗലോസിന് അറ്റാക്ക് വന്നു. കർത്താവിൻ്റെ വേല നിമിത്തം നിങ്ങളെ പറഞ്ഞു, ഒരാളെ വിടുവിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് വരാം, പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവനെതിരെ, പ്രാണന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി. കപ്പലിളക്കം പറ്റാം, പടവിന് നേരെ വെള്ളം കയറാം, ഒന്നും പറ്റത്തില്ല. ഇതെല്ലാം ദൈവം റിസ്റ്റോർ ചെയ്തു. ഇതിനേക്കാളും വലിയ നന്മ വരും. നമ്മൾ കർത്താവിൻ്റെ വേല നിമിത്തം ഉള്ളതിനെക്കുറിച്ചല്ല പറയുന്നത്. ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസന് നേരെ ബുദ്ധിമുട്ടുകൾ വരും. ആ ദൈവദാസന് തിരിച്ചറിയണം, ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നിമിത്തം വേലി തുറന്നതാണോ, പാപം നിമിത്തം വേലി പൊളിഞ്ഞതാണോ, അതോ ശുശ്രൂഷ നിമിത്തമാണോ? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും പരിശുദ്ധാത്മാവിൽ കൂടെയും ഡിസേൺ ചെയ്യണം കേട്ടോ. എന്തോ ചെയ്യണം? ഡിസേൺ ചെയ്യണം. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്, നമ്മൾ വിചാരിക്കൽ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നേരെ വരുന്നത് എല്ലാം സ്പിരിച്വൽ അറ്റാക്കാണെന്ന് വിചാരിക്കൽ. എല്ലാം സ്പിരിച്വൽ അറ്റാക്കാ, പക്ഷെ നമ്മൾ ശുശ്രൂഷ നിമിത്തം വരുന്ന സ്പിരിച്വൽ അറ്റാക്കാണെന്ന് എല്ലാം വിചാരിക്കൽ. ചിലത് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ വേലി തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഇത് ഡിസേൺ ചെയ്യണം. ഇസ്രായേൽ മക്കളുടെ ഈ ജീവിതത്തിൽ നോക്കിക്കേ. ഇസ്രായേൽ മക്കളുടെ ജീവിതം, ഒത്തിരി പേരുടെ ജീവിതം ഞാൻ പഠിപ്പിച്ചു. ഒത്തിരി അനുഭവം ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങളെ പഠിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇവിടെ വരെയാണ് പഠിച്ചത്. ഇത്രയും നോക്കിക്കേ. ഇതുകൂടാതെ എനിക്ക് തോന്നുന്നു എത്രയോ ഒരു 50-ലധികം വാക്യങ്ങൾ, മിനിമം 50-ലധികം വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചില്ലേ? എല്ലായിടത്തും കാവലുണ്ടായിരുന്നു. അതിശക്തമായ കാവലുണ്ടായിരുന്നു. പക്ഷേ ഇവിടോട്ട് വരുമ്പം കാണാം, കാവലുകൾ നഷ്ടമായി. കാവല് നഷ്ടമായപ്പോഴാണ്, അയ്യോബിൻ്റെ പുസ്തകം തൊട്ട് കാണുമെന്നറിയാം, കാവല് നഷ്ടമായപ്പോഴാണ് ശത്രുവിൻ്റെ ആക്രമണങ്ങൾ വരാൻ തുടങ്ങിയത് കേട്ടോ. കാവല് നഷ്ടമായപ്പോഴാണ് ശത്രുവിൻ്റെ ആക്രമണങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പം ദൈവപൈതലിന് ഒരു കാവല് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുന്നതിനെ പല പ്രശ്നങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുക, കർത്താവ് ഇതെന്തോ പ്രശ്നം എൻ്റെ ജീവിതത്തിലെയോ എൻ്റെ കുടുംബത്തിലെയോ എവിടെയെങ്കിലും മിസ്റ്റേക്ക് നിമിത്തം കയറി വന്നതാണോ, അതോ ശുശ്രൂഷ നിമിത്തമാണോ? പക്ഷെ എനിക്കറിയാം ശുശ്രൂഷ നിമിത്തം വരുന്ന ഇത് ശുശ്രൂഷ നിമിത്തം. കാരണം ഇത് ശുശ്രൂഷ നിമിത്തം എനിക്ക് എന്നെ തലേ രാത്രി ദൈവം സ്വപ്നം കാണിച്ചതാണ്. എന്നെ കർത്താവ് സ്വപ്നം കാണിച്ചത്. പക്ഷെ അത് ദൈവം ഒരു ദോഷവും പറ്റാതെ വിടുവിച്ചെന്നുള്ളതിന് ഭയങ്കര തെളിവാണ്. ദൈവം വിടുവിച്ചു. കുറച്ച് കാര്യങ്ങളൊന്നും പോകണം, പക്ഷെ ഇതെല്ലാം എൻ്റെ അപ്പൻ നന്മയ്ക്കാക്കി തീർന്നു. നിങ്ങളും ഇതുപോലെ എൽബഥേൽ AG ചർച്ചിലുള്ള ദൈവമക്കൾ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ഡിസേൺ ചെയ്യുന്നവരായിരിക്കും കേട്ടോ. എന്തൊക്കെയോ ഓളത്തിനകത്തോ സംഭവത്തിനകത്തൊക്കെയോ ഒരു സൈക്കോളജിക്കലിനകത്തായി പോവല്ല. യു ഹാവ് ടു പ്രോപ്പർലി ഡിസേൺ ഇറ്റ് കേട്ടോ. പ്രോപ്പറായിട്ട് ഗ്രോ ആകണം. ഒരു ചടങ്ങ് തീർത്ത മെസ്സേജ് കേട്ടിട്ട് പോകുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. 10 വർഷം കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ ഇരിക്കും.
പിന്നെ നമുക്ക് 1-ാം ക്ലാസ്സിലെ പ്രശ്നം 10 വർഷം കഴിയുമ്പോഴേ 1-ാം ക്ലാസ്സിലെ പ്രശ്നം നമുക്ക് അന്നേരം പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? 1-ാം ക്ലാസ്സിൽ വന്ന പ്രശ്നം, 1-ാം വയസ്സിൽ വന്ന പ്രശ്നം 10-ാം വയസ്സിലെത്തുമ്പോഴും അത് തന്നെ നമ്മുടെ പ്രശ്നം. എന്താ കാര്യം? എന്താ? വളർച്ച നടന്നിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഇതിനകത്ത് ഗ്രോത്ത് നടന്നിട്ടില്ല. നമ്മുടെ മെച്യൂരിറ്റിയും മെൻ്റലും സൈക്കോളജിക്കലും ഗ്രോത്ത് നടക്കാത്തത് കൊണ്ടാണ് ഇന്നും നമുക്ക് പഴയ പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഗ്രോത്ത് നടന്ന ഇതിനെ ജയിപ്പിക്കും. ഞാൻ ഇതിനകത്തോടൊരു കാര്യം എൻ്റെ ലൈഫിലെ അനുഭവങ്ങൾ പറയട്ടെ. നോർമലി ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് എല്ലാവരും പാനിക്കാവോ? എന്തോ ചെയ്യണം? എനിക്ക് ഒരു പാനിക്കും ഇല്ല. പണ്ടാണെ പാനിക്കായനെ, ഞാൻ വെപ്രാളം കൊണ്ട് വയ്യായിരുന്നു എനിക്ക്. ഞാൻ അവിടെ തന്നെ നിന്നു. പോലീസ് വന്നു. പോലീസിനോട് പറഞ്ഞു, തക്ക സമയം വീഡിയോ എടുത്തു കൊടുത്തു, കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞു, ചെയ്യേണ്ടതുപോലെ ചെയ്തു. ഇന്ന ചെയ്യാൻ പറഞ്ഞു, വണ്ടി ടോ ചെയ്യാൻ പറഞ്ഞു, വണ്ടി തെള്ളി മാറ്റാൻ ആൾ പറഞ്ഞു, വണ്ടി തെള്ളി മാറ്റാൻ പറ്റത്തില്ല, എല്ലാം പറഞ്ഞ് പോലീസുകാർ വന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി അവർക്കെല്ലാം കാര്യം മനസ്സിലായി. പക്ഷേ നേരെ ചൊവ്വേ എന്തെങ്കിലും വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്തോ പറ്റും, ഒരു പഞ്ചറായാൽ മതി ചിലർക്ക് വെപ്രാളം. പിന്നെ പഞ്ചറായ ടയർ അടിക്കുന്നതിന് പകരം അപ്പുറത്തെ ടയർ മേടിക്കും. പഞ്ചറായ ടയർ അടിക്കേണ്ടതിന് പകരം അത് പഞ്ചറായിരിക്കുക, പുള്ളിക്ക് അങ്ങ് വെപ്രാളം കയറി. ഒന്ന് അഴിച്ചു മാറ്റല്ലോ. ഈ ടയർ പുള്ളി ഇങ്ങോട്ട് വന്ന് ജാക്കി എടുത്തിട്ട് ഇപ്പുറത്തെ ഇത് വെച്ചിട്ട് അഴിച്ചങ്ങ് മാറ്റി. നോക്കിയപ്പോൾ ഇതിട്ട് ഈ ടയറല്ല, അപ്പുറത്തെ ടയറായിരുന്നു. എല്ലാത്തിനും വെപ്രാളം. എന്നാൽ ഇവ ഒന്ന് നോക്കുകയോ വേണ്ട അല്ലേ? ചിലർ ഇതുപോലെ വെപ്രാളം കാണിക്കും. എന്താ ചെയ്യുന്നതെന്ന് അവർക്കും അറിയത്തില്ല, എന്തിനാ ചെയ്യുന്നതെന്ന് അവരും അറിയത്തില്ല. വചനത്തിൻ്റെ ശക്തിക്കകത്ത് വളരേണ്ടതുപോലെ വളർന്നാൽ നിന്റെ പ്രതിസന്ധിക്കകത്താ നിന്റെ മേൽ വിസ്റ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ പ്രതിസന്ധിക്കകത്ത് ഒരാള് ആ പ്രഷർ അങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഇയാളുടെ ക്വാളിറ്റി എന്തുവാന്ന് നിങ്ങൾ മിണ്ടാതിരിക്കാതെ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ വണ്ടി ഇടിച്ചതുപോലെ നിങ്ങൾ മിണ്ടാതിരിക്കാതെ സന്തോഷത്തോട്ട് നിന്നൊന്ന് സംസാരിച്ചേ. ഏറ്റവും ഡീപ്പ് പ്രോബ്ലത്തിൽ കൂടെ പോകുമ്പോഴും ഒരാൾ ആരാണെന്ന് അറിയുന്നത് എങ്ങനെ അറിയുന്നത്? അയാളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പാനിക്കില്ല. എൻ്റെ മനസ്സിൽ നിന്ന് പാനിക്ക് എടുത്ത് മാറ്റി. കൺസേൺസ് ഉണ്ട്. ഇതെങ്ങനെ പോകും? കർത്താവിനോട് ഞാൻ ചോദിക്കും. കർത്താവിൻ്റെ ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കർത്താവ് ഗൈഡൻസ് തന്നാൽ മുമ്പോട്ട് കർത്താവ് തന്നെ വഴി തുറക്കും. അപ്പം നോക്കിക്കേ, ഇതെല്ലാം നിങ്ങൾ കാവലെന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസേൺ ചെയ്യണം. ദൈവമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ദ വേർഡ് ഓഫ് ദ ലോഡിനകത്തൂടെയുള്ള വിസ്റ്റത്തിൽ നിന്ന്. വചനത്തിൻ്റെ, നിങ്ങളൊന്ന് പറഞ്ഞേ, വചനത്തിൻ്റെ ജ്ഞാനത്തിൽ കൂടെ ഇതെല്ലാം കിട്ടുന്നത്. അഭിധാൻ കേൾക്കുന്നുണ്ടോ? വചനത്തിൻ്റെ ജ്ഞാനം കേട്ടോ, വചനത്തിൻ്റെ ജ്ഞാനം. കാര്യങ്ങളെ തക്കതായിട്ട് ചെയ്യാൻ ഉള്ള ദൈവകൃപ നമ്മുടെ മേൽ തരണം. അതെപ്പോഴാണ് കിട്ടുന്നത്? വെള്ളഷർട്ട് വിട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ സുഖമാണ്. പക്ഷേ പ്രശ്നം വരുമ്പോഴാണ് ഏതിനെയാണെന്ന് ഡിസേൺ ചെയ്യണം കേട്ടോ. ഏതിനെയാണ് ഡിസേൺ ചെയ്യണം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഏതാ? എസ്രയുടെ പുസ്തകത്തിൽ നിന്ന് കണ്ടോ? എസ്ര ആരായിരുന്നു? നിങ്ങൾ ഇനിയും പറഞ്ഞാൽ എസ്ര ആരായിരുന്നു എന്ന് പറഞ്ഞേ. എസ്ര ശാസ്ത്രിയായിരുന്നു. ആരുടെ കൊച്ചുമകനായിരുന്നു? അഹരോന്റെ കൊച്ചു മകനായിരുന്നു ആര്? എസ്ര. എസ്ര എന്തിനകത്ത് ശാസ്ത്രിയായിരുന്നു? ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായിരുന്നു. അടുത്തത്, എസ്ര പൗരോഹിത്യ കുടുംബത്തിലുള്ളവനായതുകൊണ്ട് ഇസ്രയേലിൻ്റെ പൗരോഹിത്യം നഷ്ടപ്പെട്ടു പോയതിനെ, അല്ലെങ്കിൽ ബാബിലോണിയ പ്രവാസത്തിൽ പോയതിനെ റിസ്റ്റോർ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ കഴിവുകളെ ദൈവം ഉപയോഗിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു? എൻ്റെ അകത്ത് ഉള്ള കഴിവുകളെ ദൈവം ചിലപ്പം ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു കഴിവില്ലാത്തവനെയോ നിനക്ക് കഴിവ് കിട്ടാനുള്ള സമയം ഉണ്ടായിരുന്നു. എറിയാൻ അറിയുന്നവനെയാണോ കർത്താവ് അതിനെ 1000 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച് ഗോലിയാത്തിനെ എറിഞ്ഞിട്ടത്? ആണോ? കിന്നരം വായിക്കാൻ അറിയുന്നവനെയാണോ ഭൂതങ്ങളെ, ശൗൽ രാജാവിൻ്റെ ദേഹത്തെ ഭൂതങ്ങളെ മാറ്റാൻ ഉപയോഗിച്ചത്? നിങ്ങൾ
ഇത് ചിന്തിക്കണം. നിങ്ങളുടെ ലൈഫിൽ ദൈവം കഴിവ് തരുന്ന ഓരോ വിത്തുകൾ ഇടുന്ന, നന്മയുടെ താലന്തിൻ്റെ വിത്തിടുന്ന സമയമുണ്ട് കേട്ടോ. ആ വിത്തിടുന്ന സമയത്ത് പ്രോപ്പർ മനോഭാവത്തോടിരിക്കണം. ദൈവം ചിലപ്പോൾ, ഞാനിത് പറയുന്നത് എനിക്കറിയാം, എൻ്റെ ഇത് പറയുന്ന തമ്പുരാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഭയങ്കര വിസ്റ്റമാണ് എൻ്റെ ഉള്ളിൽ തന്നെ പൂർണ്ണ ബോധ്യത്തിൽ പറയുന്നത്. ആൻഡ് ഈ ഒരു കഴിവുമില്ലാത്തവർ ദൈവസന്നിധി മാത്രം ഇരുന്നി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 രുന്ന് ചില കുറച്ചാൾ കഴിയുമ്പോൾ ഇവരെ കാണും, ഇവർ ഭയങ്കര കഴിവുള്ളവരായി. എങ്ങനെ കിട്ടി? ആ ദൈവസന്നിധിയിൽ ഇരുന്നപ്പം ഇവരുടെ മീതെ ദൈവം ചിലത് നിക്ഷേപിച്ചു. ദൈവം ഇവരുടെ മേൽ ചിലത് നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ചത് വളരാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ എന്നെ നോക്കിക്കൂ, വേറെ ആരെയും നോക്കണ്ട. ബൈബിളിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. എന്നെ നോക്കിക്കൂ. പാട്ട് പാടാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിയാൻ വയ്യാത്ത എന്നെ ഞാൻ ഒരു വലിയ പ്രശ്നങ്ങൾ, ആ ചർച്ചിൻ്റെ കൂട്ടുംപിരി കൊണ്ട പ്രശ്നം നടക്കും. കൂട്ടുംപിരി കൊണ്ട പ്രശ്നം. ആ പ്രശ്നം നടക്കുമ്പം ഒരാൾ പോലും 40 ദിവസം ഉപവാസം ഡിക്ലെയർ ചെയ്ത് പെട്ടെന്ന് ആരുമില്ലെന്ന് പാട്ട് പാടാൻ. 10-20 പേരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ആരുമില്ല പാട്ട് പാടാൻ. ഞാൻ അറിയാവുന്നതുപോലെ പാട്ട് പാടിക്കൊള്ളാൻ പറഞ്ഞു. പാട്ട് പാടി. 1-ാം ദിവസം ഞാൻ പാട്ട് പാടി. യേശുവൻ അടിസ്ഥാനം ഏത് വഴി കൂടെ ഒക്കെ ട്യൂൺ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് വൈകിട്ട് പാടി. 1-2 പാട്ട് മുക്കിയും മൂളിയും പാടി. വൈകിട്ട് പാടി. അടുത്ത ദിവസം 40 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സ്കെയിലുമായിട്ട് മാച്ച് ആകാൻ തുടങ്ങി. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നവർ എനിക്കിട്ട് പണി തരാൻ തുടങ്ങി. അവർ ഞാൻ പറഞ്ഞ സ്കെയിൽ പിടിക്കത്തില്ല, പ്രാക്ടീസ് ചെയ്ത് സ്കെയിൽ പിടിക്കത്തില്ല, വേറെ സ്കെയിൽ പിടിപ്പിക്കും. കാരണം ഞങ്ങൾ തമ്മിൽ ക്ലാഷ് ഉണ്ടായിരുന്നു. കാരണം അവൻ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പാട്ട് പാടുന്നതിന് ഇഷ്ടമല്ല. അപ്പോൾ അവൻ വേറെ സ്കെയിൽ തരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രണ്ടും കൂടെ പോകത്തില്ല. ഞാൻ കീബോർഡിൻ്റെ അല്പമെങ്കിലും ബേസിക് നോട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിക്കാൻ തുടങ്ങി. ചുരുക്കാൻ പറഞ്ഞാൽ പിന്നെ കയറി എന്ന് പറഞ്ഞാൽ 2 ഗിറ്റാർ, 2 കീബോർഡ്, ഇലക്ട്രിക് ഗിറ്റാർ, ഇതെല്ലാം വെച്ച് പാടുമ്പോഴേ ഇവിടെ ആരെങ്കിലും ഒരുത്തം തെറ്റിച്ചാൽ എൻ്റെ ചെവിയിൽ എനിക്കറിയാം. അതുപോലെ എൻ്റെ ചെവി ദൈവം ട്യൂണാക്കി. സ്കെയിലിന് പാടാൻ, ഋതത്തിന് പാടാൻ ദൈവം എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നെ വർഷിപ്പിനകത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. എങ്ങനെ എനിക്ക് കിട്ടിയത്? ഇന്ന് ഞാൻ പ്രീച്ച് ചെയ്യുക, ടീച്ച് ചെയ്യുക. എങ്ങനെ ടീച്ചിങ് എൻ്റെ മേൽ വന്നേ? ദൈവം തന്ന ഗിഫ്റ്റ്. എവിടെ നിന്ന് കിട്ടി? ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഞാൻ പറയും. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൊച്ചനിയനാണ് നമുക്ക് ഉണ്ടായിരുന്നു. അവനെ ചെറുപ്രായം തൊട്ട്, എനിക്കൊന്ന് നെയ്തമ്മോൻ്റെ പ്രായം തൊട്ട് എനിക്കറിയാം. അവൻ്റെ അപ്പനും അമ്മയും ചെയ്യാത്ത തെറ്റില്ല. കുസൃതി പറഞ്ഞാൽ ചില്ലറ കുസൃതിയൊന്നുമല്ല. കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇരട്ടിപ്പണിയും നാണം കേടും കൂടെ കൂടിയാണ്. അതുകൊണ്ട് അമ്മ എടുത്തിട്ട് കീച്ചും. അമ്മ ടീച്ചറും കൂടെ കൂടി എടുത്തിട്ട് കീച്ചും. അവനെ അടിക്കുമായിരുന്നു, നല്ല കീച്ചുമായിരുന്നു. അവൻ പഠിക്കത്തില്ലാതെ ഇത് അമ്മ ടീച്ചറാണെങ്കിൽ ഭയങ്കര കൺസേണാണ്. ഇവന് രാവിലെ ചർച്ച വരും. ഇങ്ങനെ നടന്ന് ചർച്ച, ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നടന്ന് ചർച്ച വരും. ഞാനവിടെ കാണും ഫുൾ ടൈം. ചർച്ചയിൽ നിന്ന് തന്നെ അവനോട് ഇരിക്കും. അവനൊരു ഗിറ്റാർ എടുക്കും, സ്റ്റേജിലോട്ട് വന്നും അതിരുന്ന് വായിച്ചു കൊണ്ടെങ്കിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ആരും കൊണ്ടുവിടാനില്ല. രാത്രിയാകുമ്പം അവൻ നടന്ന് പോകാൻ. ഞാൻ മീറ്റിങ്ങിന് എവിടെയോ പോയിട്ട് 9 മണി 9:30 ആകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവൻ പോകുന്ന കാണാം. ഞാൻ കയറി മോനെ, വണ്ടിയിൽ കയറി. ഞാൻ ഇത്രയും നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അച്ഛാ എന്ന് പറയും. അടുത്ത ദിവസം അവൻ വരും. ഇവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കൺസേണാണ്. ഇവനെ ചർച്ചയിൽ നിന്ന് പറഞ്ഞുവിടും. ഞാനല്ലേ വിളിച്ചു പറയും, ചർച്ചയിൽ നിന്ന് തന്നെ പറഞ്ഞുവിടും. നിങ്ങളെല്ലാം കൂടെ കണ്ടുകൊണ്ടാവും ചർച്ച വരുന്നത്. ചർച്ച വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവനെ അതുപോലെ എന്നെയും പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മ. റോയ് ബ്രദറിനെ കണ്ടുകൊണ്ട് അവൻ ചർച്ച വരുന്നത്. അവൻ ചർച്ചയിൽ തന്നെ ഫുൾ ടൈം. അവനെ അവിടെ നിന്ന് പറഞ്ഞുവിട്. അവന് പഠിക്കാനുണ്ട്, അവന് എക്സാം ഉണ്ട്. ഇന്ന് ആ ചെറുക്കൻ എവിടെയാണെന്നറിയാമോ? ഇന്ന് ആ ചെറുക്കൻ നാസയുടെ ഒരു ജൂനിയർ സയൻറ്റിസ്റ്റാണ്. നാസയുടെ എനിക്കറിയാം, ഇത് ലൈവിൽ പോകുന്നുണ്ട്. നാസയുടെ ജൂനിയർ സയൻറ്റിസ്റ്റാണ്. അത് പോസ്റ്റിൽ കേട്ടോ. അവനെ വിളിച്ചിരുത്തി എല്ലാം ഓണം. ഒരു പ്രാവശ്യം നാസയിൽ കിട്ടിക്കഴിഞ്ഞ് അവനെ ബാംഗ്ലൂർ വന്നപ്പോൾ അവനെ വിളിച്ചിരുത്തി ഓണർ ചെയ്തു. എവിടെ നിന്നാണ് ഗിഫ്റ്റ് കിട്ടിയ? അപ്പനും അമ്മയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുമ്പം ദൈവം നിങ്ങളുടെ മേൽ പകരുന്നത് ചില്ലറയല്ല കേട്ടോ. ഇനി
നിങ്ങളുടെ ഉള്ള കഴിവ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇല്ലാത്തതിനെ ഓർക്കാതെ ഉള്ള കഴിവ് കണ്ടുപിടിക്കണം. എറിയാനുള്ള കഴിവാണെങ്കിൽ അതിനെ ദൈവം 1000 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു കേട്ടോ. ഇനിയും നിങ്ങൾക്കുള്ള ക്വാളിറ്റി ഗുണങ്ങൾ എന്തുവാ, അതിനെ ദൈവം ഉപയോഗിക്കുന്നത്. ഇരിക്കത്തുമില്ല, പണിയപ്പെടത്തുമില്ല, പിന്നെ എങ്ങനെ വളരും? നിങ്ങളുടെ കയ്യിലുള്ള ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ നോക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എസ്ര ആരായിരുന്നു പറഞ്ഞോ? നമ്മൾ അവിടെ തൊട്ട് തുടങ്ങിയ ശാസ്ത്രി. ഏത് കുടുംബത്തിൽ നിന്നുള്ളതാ? അഹരോൻ്റെ കുടുംബത്തിൽ നിന്നുള്ള. അഹരോൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ശാസ്ത്രി ന്യായപ്രമാണത്തിലെ വിദഗ്ധനായിരുന്നത് കൊണ്ട് ഒരു സാഹചര്യം, സമയം വന്നപ്പം ദൈവം തന്നെ പൗരോഹിത്യ ശുശ്രൂഷകൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. അതുമാത്രമല്ല, തന്നെ ദൈവം ബാബിലോണിലെ ഒരു ഗവർണറിന് തുല്യമായ പോസ്റ്റിൽ ദൈവം ഉയർത്തി. ഗവർണർ തുല്യമായ പോസ്റ്റിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, രണ്ടാമത്തെ കൂട്ടർ മടങ്ങി വരുമ്പം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, ഞങ്ങൾ രാജാവിനോട് കുതിരകളെയും പടയാളികളെയും ചോദിക്കാമായിരുന്നു, പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നില്ല. അങ്ങ് ഞങ്ങൾക്ക് കാവൽ തരണേ, വഴി യാത്രയിൽ അങ്ങ് ഞങ്ങൾക്ക് കാവൽ തരണേ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ കേട്ടായിരുന്നല്ലോ. ഇന്ന് ഈ ആഴ്ച നമുക്ക് ദാനിയേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാം. ദാനിയേലിൻ്റെ ചരിത്രത്തിൽ. ദാനിയേൽ ഇത് ഇച്ചിരി ഒരു പക്ഷേ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് വിടുതലുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ നമുക്ക് ചിന്തിക്കാം. ദാനിയേൽ. നിങ്ങൾ ചില വാക്കുകൾ ഇനി എന്നോടുകൂടെ പറയണം. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ ഒന്ന് സംസാരിക്കണം. ദാനിയേൽ, നിങ്ങൾ പറഞ്ഞാട്ടെ. ദാനിയേൽ ഈ 9-ാം ദാനിയേലിൻ്റെ ആ ചരിത്രങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഞാനത് നിങ്ങൾ പറയുന്നൊന്ന് എഴുതട്ടെ. ദാനിയേലിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു. ദാനിയേൽ ആരായിരുന്നു, ഏത് വംശത്തിലുള്ളവനാണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു. സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞാട്ടെ. ദാനിയേലിൻ്റെ ചരിത്രം നമ്മളിത് പഠിക്കാൻ പോകുന്നു. ദാനിയേൽ പറഞ്ഞോ. ദാനിയേൽ ഇപ്പോൾ ഉള്ളത് എവിടെയാ? ബാബിലോണിലാണ് ഉള്ളത്. ദാനിയേൽ ഉള്ളത് ബാബിലോൺ. ശരി. ദാനിയേലിനെ ആരാണ് ബാബിലോണിലേക്ക് പിടിച്ചോണ്ട് പോയത്? ബാബിലോൺ. നെബൂഖദ്നേസർ ടു പിടിച്ചോണ്ട് പോയി. അടുത്തത് എന്നാ പിടിച്ചോണ്ട് പോകുന്നത്? BC 606 കേട്ടോ. BC 606 പിടിച്ചോണ്ട് പോയി. അന്ന് ആരായി ഇത്? അതുപോലെ ദാനിയേൽ ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? യഹൂദ ഗോത്രം. ആരുടെ ഡിസെൻഡാ? വംശാവലിയിലുള്ളതാ? ദാവീദ് രാജാവിൻ്റെ വംശാവലിയിലുള്ള കുലീനനാ കേട്ടോ. ദാവീദ് ഏത് ഗോത്രക്കാരനാ? യഹൂദ ഗോത്രക്കാരൻ. ദാവീദിൻ്റെ വംശാവലിയിലുള്ളതാണ് ദാനിയേൽ കേട്ടോ. കുലീനന്മാരായിരുന്നു, രാജസന്തതികളായിരുന്നു ദാനിയേൽ. അവരെയാണ് നെബൂഖദ്നേസർ രാജാവ് വന്ന് എന്ത് പിടിച്ചോണ്ട് പോയത്? 606 BC പിടിച്ചോണ്ട് പോയത്. അന്ന് ദാനിയേലിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഏകദേശം 17 അല്ലെങ്കിൽ 20 കേട്ടോ. 20 വയസ്സ്. 17 അല്ലെങ്കിൽ 20 വയസ്സ് ഇത്രമായി. ദാനിയേൽ ഇപ്പം എത്ര വർഷം എത്തിയുമ്പോഴാണ് 9-ാം അധ്യായത്തിൻ്റെ ചരിത്രം എത്ര വർഷം കഴിഞ്ഞിട്ടാ? ടോട്ടലി ഉള്ളത് 70 വർഷമായിരുന്നു പ്രവാസം. 70 വർഷ പ്രവാസം. പക്ഷേ 9-ാം അധ്യായം എഴുതുമ്പോൾ എത്ര ആയെന്നറിയാമോ? പ്രവാസം 68 വർഷം എത്തി. പ്രവാസം എത്ര വർഷം എത്തി? 68 വർഷം എത്തി. അന്നേരം നിങ്ങൾ 9-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചു നോക്കണം. 9-ാം അധ്യായത്തിൽ 1-ാം വാക്യം. ദാനിയേലിരുന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാലസംഖ്യ ഗ്രഹിച്ചു. 70 വർഷം കൊണ്ട് പ്രവാസം തീരുമെന്ന്. അപ്പൊ 68 വർഷം എത്തി. 68-ാമത്തെ വർഷം എത്തുമ്പോഴാണ് എന്തോ 68 വർഷം എന്ന് മനസ്സിലായോ? അടിപ്രവാസം.
70 ടോട്ടലി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്ര വർഷം എത്തി? അപ്പം ദാനിയേൽ എത്ര വയസ്സ് കാണും? 88. If it is 20, 60, 88. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി വെക്കാം ഒരു 80 years വെച്ചു ദാനിയേലിനെ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ചോണ്ട് പോയതാ, ബാല്യത്തിൽ തന്നെ പിടിച്ചോണ്ട് പോയതാ. ഒരു 80 വയസ്സ് വെച്ചു. 80 വയസ്സുള്ള പ്രായമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയും ഞാൻ ചരിത്രം പറയാൻ പോവാം. ചരിത്രം ഇന്നലെ ഞാൻ അനി ജോർജ് പാസ്റ്ററുടെ എവിടെയും ആ മീറ്റിങ്ങിനകത്ത് കുറേ ചരിത്രങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേൾക്കാം. 4 മണിക്കൂർ ദൈവവചനം പ്രസംഗിക്കുമായിരുന്നു. നിങ്ങൾ കേൾക്കാൻ പറ്റുമോ? കേൾക്കാം. നിങ്ങൾക്ക് ഒത്തിരി അത് നന്മയാണ്. ഓക്കെ, സോ 68 വർഷം എത്തിയപ്പോഴാണ് ബെൽസസർ. ആരാ ബെൽസസർ? നെബുക്കദ്നേസർ രാജാവിൻ്റെ മകൻ ബെൽസസർ. നെബുക്കദ്നേസർ രാജാവ് ഒരു വൈസ് കിങ് ആയിരുന്നു. പക്ഷേ ബെൽസസർ രാജാവ് ഒരു ഫൂളിഷ് കിങ് ആയിരുന്നു കേട്ടോ. ഈ കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പഠിക്കണം. ഇന്ന് ഇനി ചരിത്രമൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. ദൈവം അടുത്തൊരു സമയം പഠിക്കും. പക്ഷെ നമ്മൾ ഇന്നത്തെ വിഷയത്തോടെ ദാനിയേൽ ചെന്നന്ന് തൊട്ട് 17-20 വയസ്സുള്ള ചെന്നന്ന് തൊട്ട് യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടു ഞാൻ പ്രാർത്ഥിക്കുക. എന്തിനാ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടേന്നറിയാമോ? കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രമാണമാണ് കേട്ടോ. യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയാമോ? ഒരു പ്രമാണമാണ്. എവിടെ കിടക്കുന്ന പ്രമാണമാണ്? ലേവ്യ പുസ്തകത്തിലൊരു പ്രമാണമാണ്. ലേവ്യ പുസ്തകം 25-ലോ 26-ലോ കിടപ്പുണ്ട് ആ പ്രമാണം. എന്തോ പ്രമാണമെന്നറിയാമോ? മോശ പറയുക കർത്താവേ, ഈ ജനം അക്കരയോട്ട് കയറാൻ പോവാം. അക്കരെ കയറിയിട്ടില്ല, യോർദാൻ കടന്ന് അക്കരയോട്ട് കയറാൻ പോവാം. കർത്താവേ, ഈ ജനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ദൈവത്തിന് നല്ലവണ്ണം ഇവരെ അറിയാം. ഇവർ പാപം ചെയ്യുമ്പോൾ അഥവാ പാപം ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് പറയാം. ഞാൻ നിങ്ങളുടെ നടുവിൽ കാട്ടുമൃഗങ്ങളെ പോലെ വരുത്തും, ക്ഷാമം വരുത്തും, വാള് വരുത്തും. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം വരുത്തും. പക്ഷേ നിങ്ങൾ കണ്ടിട്ട് മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ ഞാൻ ശത്രുവിനെ നിങ്ങളുടെ രാജ്യത്ത് വരുത്തിയിട്ട് നിങ്ങളെ പ്രവാസത്തിലേക്ക് ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് പിടിച്ചോണ്ട് പോകുമ്പോൾ കർത്താവേ, ഇവര് ഈ പട്ടണത്തിലേക്ക്, അങ്ങ് തിരഞ്ഞെടുത്ത ഈ പട്ടണത്തിലേക്ക് അവർ നോക്കി ഇവരുടെ പിതാക്കന്മാരുടെ അകൃത്യം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ദൈവമേ, അങ്ങ് അവരോട് ക്ഷമിച്ച് അങ്ങ് തിരഞ്ഞെടുത്ത് ഈ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവരണമേ. ഈ സ്ഥലത്തേക്ക് ദൈവം എന്ത് പറഞ്ഞേക്കുന്നേ? മടക്കി കൊണ്ടുവരണമേ. അന്ന് പറഞ്ഞേക്കുന്നത് മോശ കയറിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യോർദാൻ കടന്ന് അക്കരെ കയറിയിട്ടില്ല. കയറുന്നതിനെക്കാട്ടി മുമ്പ് പറഞ്ഞേക്കോ, കർത്താവേ, ഈ സ്ഥലത്തേക്ക് അവരെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ പോലും വീണ്ടും ഈ സ്ഥലത്തേക്ക് തന്നെ അങ്ങിങ്ങ് കൊണ്ടുവരണേ. ശലോമോൻ വർഷങ്ങൾ കഴിഞ്ഞപ്പം ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത്, രാജാക്കന്മാരുടെ പുസ്തകം എനിക്കൊന്ന് 8-ാം അധ്യായം കിടപ്പുണ്ട്. ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ശലോമോൻ ഒരു വാക്ക് പറഞ്ഞു. ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ ആലയം അങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങയുടെ തൃക്കണ്ണ് ഇവിടെ തുറന്നിരിക്കണമേ, ചെവി കേൾപ്പിച്ചിരിക്കണേ, ഇവിടുത്തെ പ്രാർത്ഥന കേൾക്കണമേ. എന്നിട്ട് ശലോമോൻ, കർത്താവേ, ഇവിടെ ആലയം എല്ലാം ഉണ്ട്. ജനം ഇപ്പോൾ അങ്ങയോട് ആരെങ്കിലും പിന്നീട് പാപം ചെയ്താൽ ഇതുപോലെ തന്നെ ലേവ്യ പുസ്തകത്തിലെ പ്രമാണം ആര് പറയുക? ശലോമോൻ പറയും. എങ്ങനെ ലേവ്യ പുസ്തകത്തിലെ പ്രമാണം ശലോമോൻ അറിഞ്ഞേ? രാജാവായിട്ടിരിക്കുമ്പോൾ കൈപ്പടയിൽ, ഓർക്കുന്നുണ്ടോ, എഴുതിയെടുക്കണം കേട്ടോ, എഴുതിയെടുക്കണം. അപ്പോൾ ഈ പ്രമാണങ്ങളെല്ലാം ആരുടെ മനസ്സിൽ കാണണം? രാജാവിൻ്റെ മനസ്സിൽ കാണണം. ബിജിംബറ കേൾക്കുന്നുണ്ടോ? രാജാവിൻ്റെ മനസ്സിൽ കാണണം. ഇപ്പം ഈ ശലോമോൻ അന്നേരം പറയും, കർത്താവേ, ജനം പാപം ചെയ്താൽ ഞാൻ ഈ ജനത്തെ, കർത്താവെ, അങ്ങ് ദൂര സ്ഥലത്തൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സ്ഥലത്ത് ചെന്നിട്ട്, അപ്പോഴവിടെ കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നത്, ആ സ്ഥലത്ത് പോയിട്ട് അങ്ങയുടെ നാമത്തിൽ ഞാൻ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ആലയത്തിലേക്കും യെരുശലേമിലേക്കും നോക്കി പ്രാർത്ഥിച്ചാൽ, അവർ യെരുശലേമിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ദൈവമേ, അവരുടെ പാപത്തെ ക്ഷമിച്ച് അവരെ മടക്കിക്കൊണ്ടുവരണമേ. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന, അവർക്ക് ആലയത്തിൽ നിന്ന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ ദൂരെ പോയിട്ട് എന്തോ എടുക്കണം? ആലയത്തിലേക്ക് തിരിഞ്ഞ്, യെരുശലേമിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ, ഇതാണ് മറ്റു ചിലരെ മോഷ്ടിച്ചുകൊണ്ട് പോയത്. മനസ്സിലായോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് ഇനിയും പറയാൻ പറ്റത്തില്ല.
ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. തിരിഞ്ഞ് ഏത് ദിശയിലോട്ട് തിരിയണം കേട്ടോ. ഇത് ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ്. നിങ്ങൾ പലതിൻ്റെയും പഠിച്ചു നോക്കിക്കോ. ഇതെല്ലാം മോഷ്ടിച്ചു. നമുക്ക് വചനം അറിയാതായി. നമുക്ക് യഥാർത്ഥത്തിൽ പ്യൂവർ സോളിഡ് വചനം തന്നത് നമ്മളിത് പഠിച്ചിട്ടില്ല. നമ്മളെന്നും ഒരു 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 പോരാട്ടം, മൂളിപ്പോകുന്ന പോരാട്ടം, ചീറ്റിപ്പോകുന്ന പോരാട്ടം, കറങ്ങിയടിക്കുന്ന പോരാട്ടം. ഇത് കേട്ട് 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 നമുക്കിപ്പോൾ മൊത്തം കറങ്ങാം അല്ലേ? പക്ഷെ നിങ്ങൾ വചനം പഠിച്ചു കളന്നേ, ഇതെല്ലാം നിങ്ങളുടെ താഴെയാകും. നിങ്ങൾക്ക് മനസ്സിലാകണം, ഇതിനൊന്നും ചവിട്ടാൻ നിൻ്റെ മേൽ അധികാരം കിടക്കാം. ഇതിനെയെല്ലാം ചവിട്ടാൻ നിൻ്റെ മേൽ അധികാരം കിടക്കാം. ഇതറിയാവുന്ന ദാനിയേൽ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് ചെന്നന്ന് തൊട്ട് പ്രാർത്ഥിക്കുക. ഇപ്പം മനസ്സിലായി എന്തിനാ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന്? പ്രാർത്ഥിക്കാം. പിതാക്കന്മാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ ചെയ്തതെല്ലാം ഏറ്റുപറയുക. എങ്ങനെ ഏറ്റുപറയുന്നത്? 3 ആഴ്ച വട്ടക്കാലം. ദാനിയേലിന് ഒരു കാലസംഖ്യപിടുത്തം കിട്ടി. നിങ്ങളുടെ ജീവിതത്തിലും വിടുതലിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരുന്നോ കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ വിടുതലിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ എന്തു എടുക്കണം? ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കണം. മറന്നു പോകരുത് കേട്ടോ. അത് വലിയൊരു വിഷയമാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചു. ദൈവം നെബൂഖദ്നേസർ രാജാവിൻ്റെ ബെൽസസറിൻ്റെ സമയമെത്തിയപ്പോൾ ബെൽസസർ ഒരു പ്രത്യേക ദിവസം, ആ ദിവസവും സമയവും അതിനെ ലിങ്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ പിന്നീട് ചരിത്രങ്ങൾ 2-3 ചരിത്രങ്ങൾ ഒരുമിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം ഞാൻ പറയാം. നെബൂഖദ്നേസർ രാജാവിൻ്റെ ചരിത്രം പറയാം, ബെൽസസറിൻ്റെ ചരിത്രം പറയാം, മേദ്യ പേർഷ്യ രാജ്യത്തിൻ്റെ ചരിത്രം പറയാം, കോരശിൻ്റെ ചരിത്രം പറയാം, എങ്ങനെ ഈ രാജ്യങ്ങൾ തകർന്നതെന്ന് പറയാം. ഇതെല്ലാം ബൈബിളിൽ കിടക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ബെൽസസർ രാജാവ് കൊല്ലപ്പെട്ടു. അന്ന് മേദ്യ പേർഷ്യ രാജ്യം കയറി അധികാരം പിടിച്ചെടുത്തു. ദാനിയേലിൽ കൂടെ 68-ാമത്തെ വർഷം എത്തുമ്പോഴാണ്, ഏകദേശം 68-ാമത്തെ വർഷം എത്തുമ്പോഴാണ് ബെൽസസർ ഓക്കെ, മേ ബി ആ സ്പെല്ലിംഗ് തെറ്റായിരിക്കാം. ബെൽസസർ കൊല്ലപ്പെടുന്നത്. ആരാ കൊന്നത്? കിങ് സൈറസ്. ഇതെല്ലാം ഞാൻ ചരിത്രങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിങ് സൈറസ് കൊന്നു. അങ്ങനെയാണ് ബെൽസസർ രാജാവ്. അന്ന് അവിടെ തൊട്ടാണ് കിങ് സൈറസ്. നമ്മൾ മലയാളത്തെ വിളിക്കുന്നത് കോരശ് രാജാവ് അധികാരം ഏറ്റെടുക്കുകയും ഏകദേശം 70-ാമത്തെ വർഷം എത്തുകയും, അപ്പോൾ എത്ര ആയെന്നറിയാമോ? BC 536. ബെൽസസർ രാജാവ് കൊല്ലപ്പെടുന്നത് BC 539 കേട്ടോ. 9, 8 ആ വർഷങ്ങളുടെ ഒരു മേർജ് വരും. പക്ഷെ 9 എന്നാണ് ജനറലി പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിന് പ്രവാസം എത്ര വർഷം എത്തി? ഏകദേശം 68 വർഷം എത്തി. കറക്റ്റ് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ BC 536 എത്തിയപ്പോഴത്തേന് 7-ാം മാസം എത്തിയപ്പോഴത്തേന് റിലീസിങ് നടന്നു. 7-ാം മാസത്തിന് മുമ്പേ റിലീസിങ് നടന്നു. നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് വന്നവർക്കെല്ലാം പോകാമെന്ന് കിങ് സൈറസും ദാരിയാവേശും കൂടി ഡിക്ലറേഷൻ കൊടുത്തു. പൊക്കോളാൻ പറഞ്ഞു. ഇവർ നടന്ന് 7-ാം മാസം ഇസ്രായേലിൽ എത്തുമ്പോഴത്തേന് ദൈവം പറഞ്ഞ 70 വർഷം കംപ്ലീറ്റ് ആയി. ദൈവം പറഞ്ഞ 606 തൊട്ട് എത്ര വർഷമുണ്ട്? 536 വരെ എത്ര വർഷമുണ്ട്? 606 to 536 പഠിക്കുമ്പോൾ എത്ര വർഷമുണ്ട് ഗ്യാപ്പ്? 70. ദൈവം ഒരു വാക്ക് പറഞ്ഞു, അത് സംഭവിച്ചിരിക്കും കേട്ടോ. അപ്പം ഇത് ദാനിയേൽ എന്ത് ചെയ്തു? നമുക്ക് മടങ്ങി വരാം. ദാനിയേൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഇരുന്നത് പോലെ നമ്മുടെ ലൈഫിലും നമ്മൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും വേണ്ടി ഇരിക്കണം. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കൂടെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കൂടെ വേണ്ടിയിരിക്കണം കേട്ടോ. വിടുതലിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം.
പൊളിഞ്ഞു പോയ വേലി, തകർന്നു പോയ വേലി പണിയപ്പെടാൻ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നഷ്ടങ്ങളായിരിക്കും. കേട്ടുന്നോ? നമ്മുടെ ലൈഫിൽ നഷ്ടങ്ങളായിരിക്കും. എന്നാ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അത് നഷ്ടങ്ങളായിരിക്കും. ചില നഷ്ടങ്ങൾ നമ്മൾ പൊളിച്ചു കൊടുത്തത് കൊണ്ടാണ്. ചില നഷ്ടങ്ങൾ ഞാൻ പറഞ്ഞു ശുശ്രൂഷപരമായിട്ടുള്ളതാണ്. പക്ഷെ ഇത് ദൈവം റിസ്റ്റോർ ചെയ്യണം. മറ്റേതിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. ശുശ്രൂഷപരമായിട്ടുള്ളതിനെ അത് നമ്മളൊരാളെ വിടുവിക്കാനോ ഒരു ശുശ്രൂഷിക്കാതെ പോകുന്നത് കൊണ്ട് പറ്റുന്നതുകൊണ്ട് അത് ദൈവം റിസ്റ്റോർ ചെയ്തോളൂ. പക്ഷെ മറ്റു ചിലതെങ്ങനെ, എൻ്റെ ലൈഫിലെ കുറവാണ്, എൻ്റെ ലൈഫിലെ കുറവ് നിമിത്തം കയറി വരുന്നതിനെ ഞാൻ കറക്റ്റ് ചെയ്യണം. പണ്ട് എൻ്റെ ലൈഫിൽ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ചിട്ട് പോകുന്ന സമയത്ത് നെയ്തമോൻ ഹോസ്പിറ്റലാവും. എൻ്റെ ദൈവമേ, ഓരോ പ്രയാസങ്ങളാണ്, ഓരോന്നോരോന്നോരോ പ്രയാസം. പക്ഷെ അന്നെല്ലാം ഇരുന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വേലികൾ പൊളിഞ്ഞു കിടക്കും, തകർന്നു കിടക്കും. കർത്താവിനോട് ക്ഷമ പറയാൻ തുടങ്ങി, ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ദൈവം അവിടുന്ന് ഒത്തിരി വിടുതൽ കേട്ടോ. നിങ്ങളിത് പ്രോപ്പർലി ഇത് മനസ്സിലാക്കണം. അപ്പം വിടുതലിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റും വേലി കെട്ടണം. ഇനിയും മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് വേലി കെട്ടുന്നതിനെക്കാട്ടിലും മുമ്പേക്കാട്ടി നല്ലത് ഇപ്പോഴേ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എവിടെയെങ്കിലും വേലി എൻ്റെ പൊളിഞ്ഞു കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ ലൈഫിനെ കാണിച്ചു തരണം, ദൈവം എന്നോട് സംസാരിക്കണം, എനിക്കത് ബിൽഡ് ചെയ്യാൻ കൃപ നൽകണം കേട്ടോ. ഇനിയും കാണാം. എസ്ര എന്നാ വരുന്നതെന്ന് അറിയാമോ? എസ്ര വരുന്നത് എന്നാന്നറിയാമോ? BC 454 അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? BC 454 എസ്ര വരുന്നത്. സെരുബാബേൽ മടങ്ങി വരുന്നത് BC 536 മടങ്ങി വരുന്നത്. സെരുബാബേൽ എന്നാ മടങ്ങി വരുന്നത്? 536. കോരശ് രാജാവ് പെർമിഷൻ കൊടുത്തു മടങ്ങി വന്നു. പക്ഷെ എസ്ര എന്നാ വരുന്നത്? എസ്ര വരുന്നത് 454 വരുന്നത്. എത്ര വർഷം കഴിയുമ്പോഴാണ് വരുന്നത്? ഇനിയും നെഹമ്യ വരുന്നത് എന്താണെന്നറിയാമോ? നെഹമ്യ വരുന്നത് BC 444. 444 നെഹമ്യ മടങ്ങി. നെഹമ്യ വന്നിട്ടാണ് എന്ത് പറ്റുന്നറിയാമോ? ഇസ്രയേലിന് ചുറ്റും മതിൽ പണിയുന്നത്. ഞാൻ ഇനി നെഹമ്യാവിൻ്റെ ഒരു ചരിത്രം പറയാൻ പോവാം. ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ ലൈഫിൽ ഇത് വലിയ വിസ്റ്റം കൊണ്ടുവരുന്നു. നിങ്ങളുടെ വിളി എങ്ങനെ തിരിച്ചറിയുന്നു? എല്ലാവരും എന്നെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ മേലിൽ ദൈവത്തിൻ്റെ വിളി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? പറഞ്ഞോ, എങ്ങനെ തിരിച്ചറിയുന്ന അറിയാമോ? നെഹമ്യാവിൻ്റെ ചരിത്രത്തിൽ കൂടെ മനസ്സിലാവും. How can we find it out? You have a call of God upon you. നിങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ കോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അറിയുന്ന കേൾക്കണം. നെഹമ്യ വലിയ പൊസിഷനിൽ ഇരിക്കുമ്പോൾ പാനപാത്രവാഹനം എന്തുവരുന്ന താൻ അല്ലേ? പാനപാത്രവാഹനായിട്ട് ഇരിക്കുമ്പോൾ, രാജാവിൻ്റെ അടുക്കൽ പാനപാത്രവാഹനായിട്ട് ഇരിക്കുമ്പോൾ ദാനിയേലിന് ഒരു വസ്തുത അറിഞ്ഞു. യെരൂശലേം മതിലില്ലാതെ കിടക്കുന്നു. യെരൂശലേം തീ വെച്ചും ചുട്ടും തകർന്നും ഇപ്പോഴും കിടക്കുക. ഇത് കേട്ടുടനെ നെഹമ്യാവ് കരയാൻ തുടങ്ങി. നെഹമ്യാവിൻ്റെ ഉള്ളിൽ കമ്പാഷൻ വരാൻ തുടങ്ങി. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, എന്തോ വരാൻ തുടങ്ങി? കമ്പാഷൻ. നെഹമ്യാവിൻ്റെ ഉള്ളിൽ കമ്പാഷൻ വരാൻ തുടങ്ങി. നിങ്ങളുടെ മീതെ കിടക്കുന്ന വിളി ഉണ്ടെങ്കിൽ തിരിച്ചറിയുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ്, ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കമ്പാഷൻ തോന്നും. എന്ത് തോന്നും? പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിലേക്ക് ചലിപ്പിക്കാൻ തോന്നും. ജനറലി ഉള്ള കമ്പാഷൻ വരും. നിങ്ങൾക്ക് ജനറലി ഉള്ള കമ്പാഷൻ വരും. ചിലത് ഇമോഷണലി വരുന്ന കമ്പാഷനാണ്. എന്തോ വരുന്ന ഇമോഷണലി നമുക്ക് അയ്യോ സങ്കടം അങ്ങനെ ഒരു 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 കമ്പാഷൻ തോന്നാം. അത് വേറെ. പരിശുദ്ധാത്മാവ് തരുന്ന കമ്പാഷനുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എവിടെയെന്നോ ഒന്നും പറയുന്നില്ല. മറ്റൊരു രാജ്യത്താണ്.
ഞാനവിടെ ചെന്ന് പ്രസംഗിക്കാൻ ചെന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ചെന്നു സൂക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരാൾ എൻ്റെ അടുക്ക കരഞ്ഞുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊന്നുമില്ല, പാസ്റ്റർ എനിക്ക് ഒന്നുമില്ല, പാസ്റ്റർ എനിക്ക് പൈസയുമില്ല, പാസ്റ്റർ ഒന്നുമില്ല, പാസ്റ്റർ ഞാനിങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനിങ്ങനെ കാര്യം എനിക്കെക്കാട്ടിന് സങ്കടം തോന്നി. രണ്ടാം ദിവസം വന്ന് എന്നോട് സങ്കടം പറഞ്ഞു, പാസ്റ്റർ എൻ്റെ പൈസ ഒന്നുമില്ല, പാസ്റ്റർ എൻ്റെ പൈസ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിക്കാനുള്ള പൈസ അവർക്ക് കൊടുക്കാം, മറ്റൊരു രാജ്യത്താണ് എന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ കിട്ടി. ഒരാൾ 1-2 പേര് എനിക്ക് സ്വത്രാഴ്ച കൊണ്ടു. ഞാൻ ഓർത്തു ഇവർക്ക് ഇത്രയും സങ്കടം പറയുകയല്ലേ, ഇനിയും പറയുമ്പോൾ ഇവർക്ക് കൊടുക്കാം. ഇവർ 3-ാമത്തെ ദിവസം വന്ന് എൻ്റെ അടുക്ക സങ്കടം വന്ന് പറഞ്ഞു. അത് പാസ്റ്റർ കണ്ടു. പാസ്റ്റർ കണ്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ അതേപോലെ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, എനിക്ക് ചില പൈസ എന്നല്ല അവിടുത്തെ പൈസ കാശ് വേണം. അപ്പം ഞാനിത് കണ്ടപ്പോൾ എൻ്റെ കാശ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. സ്വത്രാഴ്ചക്കുള്ള പൈസ എടുത്തതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്തെങ്കിലും പൈസ പോകുന്നതിന് മുമ്പേ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പോകണം, ഒരു ബുദ്ധിമുട്ടാണല്ലോ, മറ്റൊരു രാജ്യത്ത് വന്നിരിക്കുകയാണല്ലോ എന്നോർത്തു. ഞാൻ വണ്ടിയിൽ കയറിയപ്പം പാസ്റ്ററിനോട് ചോദിച്ചു, റോയ് പാസ്റ്ററെ അവർ വന്ന് എന്തോ പറഞ്ഞേന്ന് ചോദിച്ചു. എന്നോട് പാസ്റ്റർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അവർക്കൊന്നുമില്ല, പൈസയുടെ കാര്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാസ്റ്റർ ചോദിച്ചു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഞാൻ എന്ത് ചെയ്യണം? കാരണം നിങ്ങളുടെ വിശ്വാസിയാണ്, നിങ്ങൾക്കറിയാം എന്ത് വേണമെന്ന്, ആരാ എന്തുവാന്നുള്ള, സത്യമാണോ എന്തുവാന്നുള്ളത്. പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് പാസ്റ്ററോട് തന്നെയല്ല, ഇവിടെ വരുന്ന സകല ഗസ്റ്റിനോടും ഇതേ കാര്യം പറഞ്ഞ് പൈസ മേടിച്ചോണ്ട്. പാസ്റ്ററോട് തന്നെയല്ല, ഇവിടെ വരുന്ന സകല ഗസ്റ്റിനോടും വന്ന് പറഞ്ഞ് പൈസ മേടിച്ചോണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെ, അത് വലിയൊരു വിസ്റ്റത്തിലുള്ള മറുപടിയാണ്. ദൈവാത്മാവാ തോന്നിക്കുന്നതെങ്കിൽ അവർക്ക് കൊടുത്തു. ഇതൊക്കെ കേട്ടിട്ട് ഒരു ഇമോഷൻ വെച്ചോണ്ടാണെങ്കിൽ ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. പറഞ്ഞേ മനസ്സിലായോ? ദൈവാത്മാവാ തോന്നിക്കുന്നതെങ്കിൽ കൊടുത്തു. അല്ല, ഇതൊക്കെ കേൾക്കുമ്പം ഒരു മനസ്സലിവ് നിമിത്തമാ തോന്നുന്നതെങ്കിൽ ചിന്തിച്ചിട്ട് കൊടുത്താൽ മതി. കാരണം ഇവിടെ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് പോകാറുണ്ട്. അവർക്ക് ജോലിയുണ്ട്. ഞാനിതിനാ പറഞ്ഞത്, നമ്മുടെ ചില വിഷയങ്ങൾ നെഹമ്യാവ് കേട്ടപ്പം നെഹമ്യാവ് കരയാൻ തുടങ്ങി. എന്താ കരയാനുള്ള കാരണം? നിന്റെ മേലിൽ ആ വിളി കിടക്കാം. വിളി കിടപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അത് ചിന്തിക്കണം. ഇമോഷണലി ആണോ കമ്പാഷൻ വരുന്നത്, ദൈവം തരുന്നതാണോ? ഇനിയും ഈ കമ്പാഷൻ കിട്ടുക മാത്രമല്ല, നെഹമ്യാവിൻ്റെ ചിന്ത ഓപ്പണായി. എന്ത് ചെയ്യണമെന്നുള്ള ഡിവൈൻ പ്ലാൻ ഓപ്പണായി. തനിക്ക് മനസ്സിലായി മതിൽ പണിയണം. താൻ സ്വപ്നം കാണുന്നതും തൻ്റെ ചിന്തകളും എല്ലാം കല്ലും, ഞാൻ ഇന്നത്തെ ഭാഷ പറയാം, കല്ലും സിമെൻറ്റും പണിക്കാരും അതിൻ്റെ കോർഡിനേഷനും അതിൻ്റെ കാൽക്കുലേഷനും അതിൻ്റെ എവ്രിതിങ് ഡിവൈനായിട്ട് എന്തോ പറ്റി ഡൗൺലോഡ് ആകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വിളി അനുസരിച്ച് ദൈവം നിങ്ങളുടെ ഉള്ളിൽ കമ്പാഷൻ തരും. 2, വിളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വഴികൾ ദൈവം തുറക്കും. നിങ്ങൾ അതിലോട്ട് ചെയ്യാൻ കാല് വെക്കുമ്പം ബാക്കിയുള്ള റിസോഴ്സുകളും ദൈവം തുറന്നു തരും. ഇത് മനസ്സിലായോ? വിളി തിരിച്ചറിയുന്നത് ഇങ്ങനെ. വിളി തിരിച്ചറിയുന്നത് ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മറ്റുള്ളൊരു ദൈവദാസൻ്റെ ലൈഫിൽ കൂടെ എന്നോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് 10 വർഷം ദൈവം ഒരാളെ ടെസ്റ്റ് ചെയ്യുമെന്ന്. 10 വർഷം ദൈവം ഒരാളെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ടേ ദൈവം ഒരാളെ ഉപയോഗിക്കത്തുള്ളെന്ന്. ഞാനിത് കേട്ടിട്ട് ഷോക്കായിപ്പോയി. ഞാൻ വന്ന വർഷം 1-2 വർഷം കഴിഞ്ഞപ്പം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ജനറലി പറഞ്ഞ ദൈവം ഒരാളെ ഉപയോഗിക്കണമെങ്കിൽ 10 വർഷം എടുക്കുമെന്ന്. അയ്യോ, ഞാനടുത്ത് കഴിഞ്ഞു 10 വർഷം എൻ്റെ പോയി കിട്ടി. ഇനി 10 വർഷം ഞാനിവിടെ ഇരിക്കാൻ വേണ്ടി ഇനി ടെക്നിക്ക് വല്ലതും യൂസ് ചെയ്താന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. 10 വർഷം ഇവിടെ ഇരിക്കാൻ എന്നോടല്ല പറഞ്ഞത്, ജനറലി പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ മെച്യൂരിറ്റിയിലോട്ടും അനുഭവത്തിൽ കൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നോ, ആ വേർഡ് വേറെ ഒരു ഇൻറ്റൻഷനും ഇല്ല. ദാറ്റ് ഈസ് എ ട്രൂത്ത്. ഞാൻ 17 വർഷം വന്നിട്ടുള്ളത്. എൻ്റെ ഏകദേശം ഒരു 8-10 വർഷം എത്തുമ്പോഴാണ് ദൈവം എന്നെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക്, 8 വർഷം എത്തിയില്ല, ഒരു 6 വർഷം കഴിയുമ്പോഴാണ്, 5-6 വർഷം കഴിയുമ്പോൾ തൊട്ട് ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. 5-6 വർഷം എത്തിയില്ല, ഉപയോഗിക്കാൻ തുടങ്ങി.
അപ്പം നിങ്ങളുടെ വിഷൻ അനുസരിച്ച് ദൈവം നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളെക്കുറിച്ചുള്ള വിളി അനുസരിച്ച്. നെഹമ്യാവ് മതിൽ പണിയാൻ തുടങ്ങി. മതിൽ പണിയാൻ 56 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി കഴിഞ്ഞു. എത്ര ദിവസം കൊണ്ട് മതിലിൻ്റെ പണി കഴിഞ്ഞു? എങ്ങനെ സംഭവിച്ചു? അപ്പോൾ നമുക്ക് മടങ്ങി വരാം, കാവലിലേക്ക് മടങ്ങി വരാം, ചരിത്രങ്ങളിൽ നിന്ന് മാറിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കി എന്നാ മതിൽ പണിയുന്നേ? പറഞ്ഞോ. എന്നാണ് മതിൽ പണിയുന്നേ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്നാണ് മതിൽ പണിയുന്നത്? പറഞ്ഞോ. BC 440. സോറി, ഓക്കെ, ഒന്നും കൂടെ ഞാൻ എഴുതുന്നേ. പിടിച്ചോണ്ട് പോകുന്നത് BC 606, ഒന്നാമത്തെ പ്രാവശ്യം. BC 596, BC 586. ഇത് മനസ്സിലായല്ലോ? 3 കൂട്ടരായിട്ട് അവരെ മടക്കിയെടുത്തത്. ഒന്നാമത്തെ BC 500, നിങ്ങൾ തന്നെ പറഞ്ഞോ, 536. രണ്ടാമത്തെ കൂട്ടർ മടങ്ങി വരുന്നത് BC 454. അതെ, $454, 554. മൂന്നാമത്തേത് BC 444 മടങ്ങി വരുന്നത്. ഇത്രയും മനസ്സിലായോ? 3 കൂട്ടരായി പിടിച്ചോണ്ട് പോയി, 3 കൂട്ടരായി ദൈവം തിരിച്ചെടുത്തു. ഒന്നാമത്തെ കൂട്ടർ വരുന്നത് ആരാ വരുന്നത്? സെരുബാബേൽ. രണ്ടാമത്തെ കൂട്ടർ വരുന്നത് എസ്രായെ ലീഡ് ചെയ്യുന്നു. മൂന്നാമത്തെ കൂട്ടർ വരുന്നത് നെഹമ്യ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഇത് നെഹമ്യ. സിസ്റ്റർ, ആർ യു ഗെറ്റിംഗ് സംതിങ്? നെഹമ്യ 3 കൂട്ടരായിട്ട് പിടിച്ചോണ്ട് വന്നു. ഇനിയും അടുത്ത മനസ്സിലാക്കണം, പള്ളിയില്ല. പള്ളി പണിയുന്ന എന്നാന്ന് ഞാൻ പറയാൻ പോയി. ടെമ്പിള് പണിയുന്നത് കേട്ടോ. ടെമ്പിള് പണിയുന്നത് എന്നാന്ന് പറയാൻ പോയി. ടെമ്പിളിൻ്റെ പണി കഴിയുന്നത് എന്നാണെന്നറിയാമോ? BC 516 ടെമ്പിളിൻ്റെ പണി കഴിഞ്ഞു, കംപ്ലീറ്റായി. BC 516. പക്ഷെ ടെമ്പിളിൻ്റെ പണി കഴിയുന്നതിന് മുമ്പേ എന്ത് പറ്റുന്നറിയാമോ? ഇവർക്ക് കാവലില്ല. 520 എത്തിയപ്പോൾ, BC 520 എത്തിയപ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു. ടെമ്പിളിൻ്റെ പണി കഴിയുന്നതിനെക്കാട്ടിലും 4 വർഷം മുമ്പേ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചു. ആ പ്രവാചകന്റെ പേരാണ് സെഖറിയ. ആ പ്രവാചകന്റെ പേരെന്തോ? സെഖറിയ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുത്തു. സെഖറിയ പ്രവാചകനെ തിരഞ്ഞെടുത്തിട്ട് സെഖറിയ പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ വചനം ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. എന്തോന്നറിയാമോ? യെരുശലേം അതിലെ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറ, എന്നാൽ ഞാൻ അവർക്ക് അതിനു ചുറ്റും തീമതിലായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്. ആ തീമതിൽ റിസ്റ്റോർ ആകുന്നത് എന്നാണെന്നറിയാമോ? BC 520. തീമതിൽ വന്നതിന് ശേഷമാണ് അന്ന് തന്നെ ആലയത്തിൻ്റെ പണി മുടങ്ങിക്കിടന്നത്. 536 മുടങ്ങിപ്പോയതാ. 534 മുടങ്ങിപ്പോയ. BC പുറകിലോട്ട് കൗണ്ട് ചെയ്യുന്നത്. BC 500 എന്നാണ് സെരുബാബേൽ ആലയത്തിന് അടിസ്ഥാനം ഇടുന്നത് അറിയാം? 534. 36 വന്നു. 2 വർഷം കഴിഞ്ഞിട്ട് ആലയത്തിന് അടിസ്ഥാനം ഇടുന്നത്. നിങ്ങൾക്ക് ഈ കണക്കുകളൊക്കെ കിട്ടുന്നുണ്ടോ? BC പുറകിലോട്ടാണ് പോകുന്നത് കേട്ടോ. AD ആണ് മുന്നോട്ട് പോകുന്നത്. 1, 2, 2025, 2026, 2027 അങ്ങനെ പോകുന്നത്. പക്ഷെ BC എങ്ങോട്ടാണ് പോകുന്നത്? 9, 8, 7, 6, 5 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ ബാലൻസ് ആണെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. എന്നാ മടങ്ങി വന്നത്? ഇസ്രായേൽ മക്കൾ എന്നാ ആദ്യമേ മടങ്ങി വന്നത്? 36. രണ്ടാമത് എന്നാ മടങ്ങി വന്നേ? മൂന്നാമത് എന്നാ മടങ്ങി വന്നേ? 36 മടങ്ങി വന്നു. 36 മടങ്ങി വന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഇവർ 2 വർഷം കഴിഞ്ഞു. 534 എത്തിയപ്പോഴത്തേന് 34 എത്തിയപ്പോഴും ആലയത്തിന് അടിസ്ഥാനം ഇടുന്നത്.
സെരുബ്ബാബേൽ അടിസ്ഥാനം വിട്ടു, പണി നടന്നില്ല, അവിടെ സ്റ്റോപ്പായി. പിന്നെ 14 വർഷം കഴിഞ്ഞപ്പോഴാണ് സെക്കറിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. 14 വർഷം, 14 years കഴിയുമ്പോഴാണ് ദൈവം ആരെ എഴുന്നേൽപ്പിക്കുന്നത്? സെക്കറിയാവിനെ എഴുന്നേൽപ്പിച്ചു. സെക്കറിയാവ് പ്രവചിക്കാൻ തുടങ്ങി. അന്ന് ദൈവം പറഞ്ഞു, ഞാൻ തീമതിലിനെ, സ്പിരിച്വൽ വോളിനെ റിസ്റ്റോർ ചെയ്യാൻ പോകും. ആ സ്പിരിച്വൽ വോള് 520 റിസ്റ്റോറായി. റിസ്റ്റോറായപ്പം ആലയത്തിൻ്റെ പണി തുടങ്ങി. ഞാനത് പഠിപ്പിച്ചായിരുന്നു. ആലയത്തിൻ്റെ പണി തുടങ്ങി. 4 വർഷം കൊണ്ട് പണി കഴിഞ്ഞു. 4 വർഷം കൊണ്ട് പണി കഴിഞ്ഞു. 516 പണി കംപ്ലീറ്റ് ആയി. ഇത്രയും മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ മടങ്ങി വരാതെ ആലയത്തിൻ്റെ പോലും പണി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വിഷയം എൽ ബഥേൽ ചർച്ചിൽ ആദ്യമായി പഠിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത്. മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിലും വളർച്ചയായിരിക്കും. എന്ത് പറ്റുന്നറിയാമോ? സഭയ്ക്കും വളർച്ചയായിരിക്കും. ഇന്നിപ്പോൾ സ്ലോയിലായിരിക്കാൻ പോകുന്നത്, സാരമില്ല. പക്ഷെ നിങ്ങളെ ദൈവം ബിൽഡ് ചെയ്യാം. നിങ്ങൾ അതുകൊണ്ട് ഒരാഴ്ച പോലും മിസ്സാക്കല്ലേ. ഞാൻ ബഹറിന് പോയിട്ട് അടുത്ത സൺഡേ രാവിലെ ഞാനിവിടെ കാണും, തിരിച്ചു വരും. എനിക്ക് വേണേൽ 2 ആഴ്ച കൂടെ സുഖമായിട്ടിവിടെ നിൽക്കാം. മറ്റൊരു രാജ്യത്ത് പോവാം, എനിക്ക് അവിടെ 2 ആഴ്ച വന്നാൽ വേറെ മീറ്റിങ്ങുകളും ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലിയും കൂടെ എനിക്ക് ബെനിഫിറ്റാണ്. കാരണം ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത് ശുശ്രൂഷ മാത്രമല്ല, ഫിനാൻഷ്യൽ ബെനിഫിറ്റും കൂടെ ഉണ്ട്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും, രണ്ടും ഉണ്ട്. ചിലപ്പോൾ അവിടെ പോയതുകൊണ്ടൊന്നും കിട്ടണമെന്നില്ല, വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ തിരിച്ചു വരാനുള്ളതിൻ്റെ കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച സഭയെ നോക്കാനാണ്. ഞായറാഴ്ച രാവിലെ ഞാൻ തിരിച്ചിവിടെ വരും. വന്നിട്ട് അന്ന് രാത്രി വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്ത് കാട്ടാക്കടയ്ക്ക് പോകും. അന്ന് രാത്രി പിറ്റേ ദിവസം തിങ്കളാഴ്ച തൊട്ട് കാട്ടാക്കടയ്ക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പം ദൈവസഭയിലുള്ള ആരാധന നിങ്ങൾ മിസ് ചെയ്യല്ല, ഒരിക്കലും മിസ് ചെയ്യല്ല. നിങ്ങൾ വളരെ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ മീതെ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഉഴപ്പന്മാർ ഒരിക്കലും വളരത്തില്ല. ഡിസിപ്ലിൻ യുവർ സെൽഫ് കേട്ടോ. ഇത് നിങ്ങൾ എവിടെ ചർച്ചിൽ പേരെ എവിടെ പോയാലും ഇറ്റ് ഈസ് ദൈവത്തിൻ്റെ പ്ലാൻ. ഡിസിപ്ലിൻ യുവർ സെൽഫ്. ഒരു നിങ്ങൾ എവിടെ വചനം പഠിച്ചു നോക്കും, ദൈവം ഹൈലി ഡിസിപ്ലിനാണ്, മഹാരാജാവും. തൻ്റെ കാര്യത്തോട് ഡിസിപ്ലിൻ ആകാമോ? നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങളെ കർത്താവ് തുറന്നു വരും. ഒരിക്കലും നിങ്ങൾ ആരാധന മിസ് ചെയ്യരുത്. ചെറുതായിരിക്കാം വലുതായിരിക്കാം, നെവർ മിസ് ദി സൺഡേ വർഷിപ്പ്. അതെന്നും നിങ്ങൾ ഓർക്കും. വില കൊടുക്കേണ്ടി വന്നാൽ വില കൊടുക്കും നിങ്ങൾക്ക് വർഷിപ്പ് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ഇന്ന് രാവിലത്തെ ആരാധനയെ ഓർത്തുകൊണ്ട് വരുമായിരുന്നു. ദൈവമേ, എൻ്റെ ബസ് ലേറ്റ് ആകല്ലേ. ഞാൻ 6 മണിക്ക് മുമ്പേ സിൽക്ക് ബോഡി വന്നു. നോക്കിയപ്പോൾ അവിടെ രാവിലെ 6 മണിക്ക് മുമ്പേ ഇരുട്ടാ. തണുപ്പ് നോക്കിയപ്പോൾ 14. തണുപ്പ് നോക്കിയപ്പോൾ AC-ക്ക് 21 ഉള്ളൂ. വണ്ടിയൊക്കെ എനിക്ക് ബുക്ക് ചെയ്ത് തന്ന ബസ്സിനകത്ത് 21 കാണത്തുള്ളൂ. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് തണുക്കാൻ പറ്റും, വയ്യ, തണുക്കാൻ പറ്റും. ഞാൻ അവിടുന്ന് നടന്ന് കുറച്ച് ദൂരം നടന്ന് ഞാൻ റിംഗ് റോഡിൽ വന്ന് ബസ് പിടിച്ച് ഒരിടത്തിറങ്ങി അടുത്ത വണ്ടി പിടിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ കുളിച്ച് റെഡിയായി പിള്ളേരെ ഒരുക്കിക്കൊണ്ട് വന്നു. കാർ വിളിച്ചു. ഇച്ചിരി ലേറ്റായി. അപ്പോഴത്തേന് 5000 ഞാൻ വിളിച്ചു പറഞ്ഞു. 5000 വിളിച്ചു. എനിക്ക് കർത്താവേ എത്രയും പെട്ടെന്ന് ആരാധനയ്ക്ക് വരണമെന്ന്. നോക്കി, ദൈവം നമ്മുടെ ലൈഫിൽ നന്മയ്ക്കായിട്ട് കാണും. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ ചർച്ച ആയതുകൊണ്ടല്ല കേട്ടോ, ചർച്ച എൻ്റേതല്ല, ചർച്ച ദൈവത്തിൻ്റെതാ. പക്ഷെ എന്നെ ഏൽപ്പിച്ചതുകൊണ്ടല്ല. ലൈഫ് ലൈറ്റിൻ്റെ മീറ്റിങ്ങിലും അങ്ങനെ 5000 അറിയാം. 1 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ടെസിയായിക്കും അറിയാം. 1 മിനിറ്റ് കേട്ടോ. നിങ്ങൾ ദൈവത്തെ ഓണർ ചെയ്തേ. നമുക്ക് മടങ്ങി വരാം. കർത്താവിൻ്റെ വചനം പറയുന്നു, 516 എത്തിയപ്പോഴത്തേക്കിന് ആലയത്തിൻ്റെ പണി കഴിഞ്ഞു. എന്ത് മടങ്ങി വന്നു? അതിനു മുമ്പേ തീ മതിൽ മടങ്ങി വന്നു. ഈ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. നമുക്കിനിയും ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നോക്കിയാൽ നമ്മൾ എവിടെയപ്പം പഠിച്ചു നോക്കിക്കേ. നെഹമ്യാവിൻ്റെ ചരിത്രം വരെ നമ്മൾ പഠിച്ചു കേട്ടോ. നെഹമ്യാവിൻ്റെ ചരിത്രം വരെ, ഇത്രയും വരെ നമ്മൾ പഠിച്ചു. നെഹമ്യാവ് വരെ അല്ലേ. നെഹമ്യാവ് മതിൽ കൊടുത്തു.
ഒറ്റ വേർഡ്, ലാസ്റ്റ് വേർഡ്. സ്പിരിച്വൽ വോള് മടങ്ങി വരാതെ ഫിസിക്കൽ വോള് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലേക്ക് എന്ത് മടങ്ങി വരണം? ആദ്യമേ നമ്മുടെ കുടുംബത്തിലേക്ക് എന്ത് മടങ്ങി വരണം? സ്പിരിച്വൽ വോള് മടങ്ങി വരണം. മടങ്ങി വന്നാൽ മാത്രമേ ഫിസിക്കൽ വോള് ബിൽഡ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ബിൽഡാക്കാൻ നോക്കിയേ പണി നടക്കത്തില്ല. പണിക്കാർ തമ്മിൽ ബഹളമായിരിക്കും. പണിയാൻ വരുന്നവൻ തക്ക സമയത്ത് വരത്തില്ല. ഈ പണി പകുതി വെച്ചിട്ടിട്ട് പോകും. നടക്കത്തില്ല, പണി പൂർത്തിയാകാൻ പറ്റത്തില്ല. പക്ഷേ സ്പിരിച്വൽ വോൾ ഒരാളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ, കേട്ടോ, അതിനർത്ഥം ഫിസിക്കൽ വോളുള്ള മതിലുള്ള എല്ലാവർക്കും സ്പിരിച്വൽ വോൾ ഉണ്ടെന്നല്ല. ചിലർ കേട്ടോ, അതല്ല എൻ്റെ അർത്ഥം. ഞാൻ ദൈവവൈതലിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയ അർത്ഥങ്ങളിൽ കൂടെ സംസാരിക്കാം. ഇപ്പം എല്ലാ മതിലുള്ള വീട്ടിലും പിന്നെ അമ്പലത്തിന് മതിലില്ലേ, അതിനർത്ഥം അവർക്ക് സ്പിരിച്വൽ കാവലുണ്ട്? ഒന്നുമല്ല. അല്ലെങ്കിൽ അക്രൈസ്തവമായിട്ടുള്ള സ്ഥലങ്ങളിൽക്കൊക്കെ ഇതില്ലേ, അതല്ല, അതിനർത്ഥമല്ല. സ്പിരിച്വൽ വോള് വേറെ, ഫിസിക്കൽ വോള് വേറെ, കേട്ടോ. ഇപ്പം പാപം ചെയ്യുന്ന വീട്ടിൽ പിന്നെ വോളില്ലേ, അവർക്ക് മതിലില്ലേ? ഉണ്ട്. സാധാരണ ഏജന്റുമാരുടെ വീട്ടിലും ഇതില്ലേ, വോളില്ലേ? ഉണ്ട്. അതിനർത്ഥമല്ല. സ്പിരിച്വൽ നിങ്ങളുടെ ലൈഫിൽ തരുന്ന ദൈവത്തിൻ്റെ കാവലെന്ന് പറയുന്നത് 2 മേഖലകളിലുണ്ട്. സ്പിരിച്വൽ വോള് നിങ്ങളുടെ ചുറ്റിനും ഇറങ്ങി വന്നാൽ എന്തു പറ്റും? ദൈവം നിങ്ങളുടെ ചുറ്റിനും ഫിസിക്കൽ മതിൽ വെളിപ്പെടും. ദാറ്റ് ഈസ് അടയാളമാണ്. നമുക്കിവിടെ കൊണ്ട് നിർത്താം. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ അവർ സ്പിരിച്വൽ വോൾ ഇല്ലാതെ ഓടുന്നത്, ആത്മീക കാവലില്ലാതെ ഓടുന്നത്. ഒത്തിരി നാൾ ഓടാൻ പറ്റത്തില്ല, കേട്ടോ. നഷ്ടങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതവരെ ഉലച്ചു കളയാൻ ശ്രമിക്കും. അവർക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റത്തില്ല. പോകുന്ന എങ്ങനെ മാതാപിതാക്കൾ പോയി അതേ ലെവലിൽ പോയി. എങ്ങനെ? നോ, നിങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല ദൈവത്തിൻ്റെ വിളി. വചനത്തിൽ അനേകം നന്മകൾ കിടപ്പുണ്ട്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ എല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളത് ക്ലെയിം ചെയ്യണം. നിങ്ങൾ എന്ത് കൊടുക്കണം? ക്ലെയിം ചെയ്യണം. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണം. ഒരു ദിവസം കൊണ്ടല്ല ഉയർച്ച വരുന്നത്. നിങ്ങൾ എത്ര സത്യം അറിയുകയോ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിടുതൽ കിട്ടണമെങ്കിൽ സത്യം അറിയണം. അത് പറയണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്കെന്നാ പ്രാർത്ഥിക്കാം. ആലയത്തിന് പോലും മതിൽ പണിയേണ്ടി വന്നു, കേട്ടോ. ആലയത്തിന് പോലും മതിൽ പണിയേണ്ടി വന്നു. ആലയത്തിന് പോലും വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിൻ്റെ കാവലിൽ മറയ്ക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിൻ്റെ കാവലിൽ മറയ്ക്കണം. ദൈവം നമ്മളെ സഹായിക്കാൻ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് ഓരോ വ്യക്തികളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കാവൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.